നമസ്കാരം. ബിയോണ്ട് ബൗണ്ടറീസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ടുണീഷ്യൻ മുൻ പ്രസിഡന്റ് സൈനുലാബ്ദീൻ ബിൻ അലിക്കും ഭാര്യയ്ക്കും 35 വർഷത്തെ തടവ് ശിക്ഷ, $66 മില്യൺ പിഴയും. ലിബിയയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് നാറ്റോ വീണ്ടും വ്യോമാക്രമണം നടത്തി. 20 പേരെങ്കിലും മരിച്ചെന്ന് റിപ്പോർട്ട്. ലിബിയയിലെ നാറ്റോ ആക്രമണം സെപ്റ്റംബറിൽ അവസാനിപ്പിക്കുമെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി. വടക്കുപടിഞ്ഞാറൻ റഷ്യയിൽ യാത്രാ വിമാനം തകർന്ന് 44 പേർ മരിച്ചു, 8 പേർക്ക് ഗുരുതര പരിക്ക്. ഇറാഖിൽ ചാവേർ ബോംബാക്രമണത്തിൽ 21 മരണം, 30-ലധികം പേർക്ക് പരിക്ക്. പിന്നിൽ അൽ-ഖ്വയ്ദയെന്ന് ഇറാഖി സർക്കാർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് യുദ്ധം പരിഹാരമല്ലെന്ന് പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി. കശ്മീരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെ അന്താരാഷ്ട്ര സമൂഹം സഹായിക്കണം. ടുണീഷ്യൻ മുൻ പ്രസിഡന്റ് സൈനുലാബ്ദീൻ ബിൻ അലിക്കും ഭാര്യയ്ക്കും 35 വർഷത്തെ തടവ് ശിക്ഷ. ശിക്ഷയ്ക്കൊപ്പം $66 മില്യൺ പിഴയെടുക്കണമെന്നും ടുണീഷ്യൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ താൽക്കാലിക ഭരണകൂടം സൃഷ്ടിക്കുന്ന പുകമറയാണ് തനിക്കെതിരെയുള്ള കോടതി നടപടികളെന്നാണ് ബിൻ അലിയുടെ വാദം. പൊതുമുതൽ കൊള്ളയടിച്ചു, അഴിമതി നടത്തി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് സൈനുലാബ്ദീൻ ബിൻ അലിക്കും ഭാര്യയ്ക്കും തടവ് ശിക്ഷ വിധിച്ചത്. സൈനുലാബ്ദീനെതിരെ കൂടുതൽ ശിക്ഷ ഈ മാസം 30-ന് പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. മയക്കുമരുന്ന് കള്ളക്കടത്തും ആയുധക്കടത്തുമടക്കം 90ഓളം കേസുകളിൽ ആബിദിനും ഭാര്യയും വിചാരണ നേരിടുന്നുണ്ട്. ഇന്നലെയാണ് ഈ കേസുകളിൽ വിചാരണ ആരംഭിച്ചത്. ഇരുവരുടെയും അസാന്നിധ്യത്തിലായിരുന്നു വിചാരണ. ടുണീഷ്യയിലെ ഇടക്കാല ഭരണകൂടത്തിന്റെ പരാജയം മറച്ചുവെക്കാനുള്ള കപട നാടകമാണ് വിചാരണയെന്നാണ് സൈനുലാബ്ദീന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ആബിദിൻ രാജ്യം വിട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് ശേഖരവും ആയുധങ്ങളും പണവും കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് കെട്ടുകഥയാണെന്നാണ് മുൻ പ്രസിഡന്റിന്റെ അഭിഭാഷകൻ വാദിച്ചത്. തനിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങളെല്ലാം ആബിദിൻ നിഷേധിച്ചു. താൻ സ്വമനസാലെ രാജ്യം വിട്ടതല്ലെന്നും തന്നെ ചിലർ ചതിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വിചാരണയ്ക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം സൗദിയിൽ കഴിയുന്ന സൈനുൽ ആബിദിൻ ബിൻ അലിയെ ടുണീഷ്യയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ച് സൗദി അറേബ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 23 വർഷം ടുണീഷ്യ ഭരിച്ച സൈനുൽ ആബിദിൻ ബിൻ അലി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ജനുവരിയിൽ സൗദിയിലേക്ക് പലായനം ചെയ്തത്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ലിബിയയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് നാറ്റോ ഇന്ന് വീണ്ടും വ്യോമാക്രമണം നടത്തി. 20 പേരെങ്കിലും മരിച്ചെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. അതേസമയം ലിബിയയിലെ നാറ്റോ ആക്രമണം സെപ്റ്റംബറിൽ അവസാനിപ്പിക്കുമെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി ഫ്രാങ്കോ ഫ്രാറ്റിനി വ്യക്തമാക്കി. ഇതിന് പദ്ധതി തയ്യാറാക്കിയതായി ലക്സംബർഗിൽ നാറ്റോ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം ഫ്രാറ്റിനി പറഞ്ഞു. തലസ്ഥാനമായ ട്രിപ്പോളിക്ക് സമീപം നാറ്റോ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 8 കുട്ടികളടക്കം 20 പേർ കൊല്ലപ്പെട്ടു. കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ അടുത്ത അനുയായിയായ ഹൗൽദി ഹമീദിയുടെ വസതിക്ക് നേരെയാണ് നാറ്റോ ആക്രമണം ഉണ്ടായത്. ഹമീദി രക്ഷപ്പെട്ടുവെങ്കിലും കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ നാറ്റോ ഖേദപ്രകടനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ആക്രമണം. എന്നാൽ 20 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത നാറ്റോ നിഷേധിച്ചു. അതേസമയം ലിബിയയിലെ സൈനിക നടപടി കഴിയുന്നത്ര വേഗത്തിൽ അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് നാറ്റോ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇറ്റലി സ്വീകരിച്ചത്. എന്നാൽ സൈനിക നടപടി ആവശ്യമുള്ളത്ര കാലം തുടരണമെന്ന നിലപാടിലായിരുന്നു മറ്റ് അംഗരാഷ്ട്രങ്ങൾ. അതേസമയം ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് നാറ്റോയുടെ വിശ്വാസ്യത തകർക്കുമെന്ന് ഫ്രാറ്റിനി മുന്നറിയിപ്പ് നൽകി. അതിനിടെ ലിബിയൻ വിമതരുടെ പ്രതിനിധി മുഹമ്മദ് ജിബ്രിൽ 2 ദിവസത്തെ സന്ദർശനത്തിന് ബീജിംഗിലെത്തുമെന്ന് ചൈന അറിയിച്ചു. ഒറ്റവാചകം മാത്രമുള്ള വാർത്താക്കുറിപ്പിലാണ് ചൈന ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ലിബിയയിൽ ജനവാസ കേന്ദ്രത്തിലേക്ക് വീണ്ടും നാറ്റോയുടെ വ്യോമാക്രമണമുണ്ടായി. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. വടക്കു പടിഞ്ഞാറൻ റഷ്യയിൽ യാത്രാ വിമാനം തകർന്ന് 44 പേർ മരിച്ചു, 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 9 ജീവനക്കാർ ഉൾപ്പെടെ 52 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. അപകട കാരണം വ്യക്തമല്ല. റഷ്യൻ സ്വകാര്യ വിമാന കമ്പനിയുടേതാണ് വിമാനം. റഷ് എയറിന്റെ TU-134 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വടക്കൻ റഷ്യയിലെ കരേലിയ മേഖലയിലുള്ള പെട്രോസാവോഡ്സ്ക് വിമാനത്താവളത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ റോഡിലാണ് വിമാനം തകർന്നു വീണത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം അടിയന്തരമായി ദേശീയപാതയിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെ തീപിടിക്കുകയായിരുന്നുവെന്ന് റഷ്യൻ വ്യോമകേന്ദ്രം അറിയിച്ചു. ദേശീയപാതയിലേക്ക് ഇടിച്ചിറങ്ങിയ വിമാനം 2ആയി പിളർന്നു. അപകടത്തിൽപ്പെടുന്നതിന് അല്പം മുൻപ് വിമാനത്തിന് കൺട്രോൾ റൂമുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരുന്നു. 43 യാത്രക്കാരും 9 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. മരിച്ചവരിൽ ഏറെ പേരും റഷ്യൻ വംശജരാണ്.
ദുരന്തത്തിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട പല യാത്രക്കാരുടെയും നില അതീവ ഗുരുതരമാണ്. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിന് ശേഷമേ അപകട കാരണം കണ്ടെത്താനാകൂ എന്ന് റഷ് എയർ അധികൃതർ പറഞ്ഞു. വിമാനം ഇടിച്ചിറങ്ങിയ മേഖലയ്ക്ക് സമീപം നിരവധി കെട്ടിടങ്ങളുണ്ടായിരുന്നു. തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് പെട്രോസാവോഡ്സ്കിലേക്ക് പോവുകയായിരുന്നു വിമാനം. മോസ്കോ ആസ്ഥാനമായി സർവീസ് നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനിയാണ് റഷ് എയർ. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് യുദ്ധം പരിഹാരമല്ലെന്ന് പാക് പ്രധാനമന്ത്രി യൂസഫ് റാസ ഗിലാനി പറഞ്ഞു. കശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെയാകണം പരിഹരിക്കേണ്ടതെന്നും ഗിലാനി പറഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച നടക്കാനിരിക്കെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച പുനരാരംഭിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഗിലാനി പറഞ്ഞു. എല്ലാ അയൽക്കാരുമായും മികച്ച ബന്ധമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. കശ്മീർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. ഉഭയകക്ഷി ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും ഇത് നേടിയെടുക്കണമെന്നും ഗിലാനി കൂട്ടിച്ചേർത്തു. പാക് വിദേശകാര്യമന്ത്രി സൽമാൻ ബഷീറുമായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി നിരുപമ റാവു 23-ന് കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഗിലാനി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം പാകിസ്ഥാനികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അന്താരാഷ്ട്ര സമൂഹം അവരെ സഹായിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ഗിലാനി പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സുതാര്യവും നീതിയുക്തവുമായിരിക്കുമെന്നും ഗിലാനി ഉറപ്പു നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ഇറാഖിൽ ചാവേർ ബോംബാക്രമണത്തിൽ 21 മരണം. ദിവാനിയ ഗവർണറുടെ വസതിക്ക് പുറത്തായിരുന്നു സ്ഫോടനം. 30-ലധികം പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിലധികവും സുരക്ഷാ ഗാർഡുകളാണ്. ഗവർണറുടെ വസതിക്ക് പുറത്ത് ചെക്ക് പോയിന്റിൽ ഗാർഡുകൾ ഡ്യൂട്ടി മാറുന്നതിനിടെയായിരുന്നു സ്ഫോടനം. സുരക്ഷാ ഗാർഡുകളെ ലക്ഷ്യം വെച്ച് തന്നെയായിരുന്നു ആക്രമണമെന്ന് കരുതുന്നു. തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് ദിവാനിയ. 21 പേർ മരിച്ചുവെന്നത് പ്രാഥമിക വിവരമാണെന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നും പ്രാദേശിക സുരക്ഷാ കൗൺസിൽ വക്താവ് പറഞ്ഞു. അൽ ഖ്വയ്ദ ബന്ധമുള്ള ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു. അടുത്തിടെയുണ്ടായ വിവിധ ആക്രമണങ്ങളിൽ ഭീകരവാദികൾ ഇറാഖി സർക്കാർ പ്രതിനിധികളെയോ സുരക്ഷാ ഉദ്യോഗസ്ഥരെയോ ആണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഈ വർഷാവസാനത്തോടെ അമേരിക്കൻ സേന ഇറാഖിൽ നിന്ന് പിന്മാറാനിരിക്കെയാണ് രാജ്യത്ത് അക്രമ പരമ്പരകൾ തുടരുന്നത്. ഇറാഖിൽ ഇപ്പോഴും സമാധാനം തിരികെ വരാത്ത സാഹചര്യത്തിൽ അമേരിക്കൻ സേന രാജ്യത്ത് തുടർന്നേക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ആഴ്ചകളായി പെയ്യുന്ന കനത്ത മഴയിൽ ചൈനയിൽ ജനജീവിതം കൂടുതൽ ദുഷ്കരമാവുകയാണ്. കഴിഞ്ഞ 56 വർഷത്തിനിടെ രാജ്യത്തുണ്ടാകുന്ന ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണിത്. ഇതുവരെ 100-ലധികം പേരെങ്കിലും മരിച്ചിട്ടുണ്ട്. 70,000 കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു. മഴയും വെള്ളപ്പൊക്കവും കൃഷിനാശം ഉൾപ്പെടെ കിഴക്കൻ ചൈനയിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട്. പല ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാണ്. സെജിയാങ് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. കനത്ത മഴയാണ് അടുത്ത ദിവസങ്ങളിലും പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 56 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്ത് ഇത്രയും കനത്ത മഴയുണ്ടാകുന്നത്. പല നദികളും നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സെജിയാങ്ങിലെ 10 നഗരങ്ങളിലാണ് കിഴക്കൻ ചൈനയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. 8400 വീടുകൾ തകർന്നതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ 2,41,600 ഹെക്ടർ കൃഷിസ്ഥലം പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ഇതുവരെ മരണസംഖ്യ തിട്ടപ്പെടുത്തിയിട്ടില്ല. രാജ്യത്തിന്റെ പല മേഖലകളും ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാർഷിക മേഖലയിലുണ്ടായ തകർച്ച രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. അന്താരാഷ്ട്ര വൈൻ മേളയ്ക്ക് ഫ്രാൻസിലെ ബോർഡുക്സിൽ തുടക്കമായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൈൻ നിർമ്മാതാക്കളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. മേളയിലൂടെ പുത്തൻ വിപണി സാധ്യതകൾ തുറക്കപ്പെടുമെന്ന് തന്നെ വൈൻ നിർമ്മാതാക്കൾ പ്രതീക്ഷിക്കുന്നു. വൈനിൻ്റെ പുത്തൻ വിപണി സാധ്യതകൾ തേടിയാണ് ലോകം ഇത്തരമൊരു മേള സംഘടിപ്പിച്ചത്. 47 രാജ്യങ്ങളിൽ നിന്നുള്ള 2400ഓളം വൈൻ നിർമ്മാതാക്കളാണ് മേളയിൽ പങ്കെടുക്കുന്നത്. 50,000 പേരെങ്കിലും മേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 70,000 കുപ്പി വൈനാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ വൈനുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ വിപണി ഒരുക്കുക എന്നതാണ് 2 വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കുന്ന വൈൻ മേളയുടെ പ്രധാന ലക്ഷ്യം. ഫ്രാൻസിൽ നിന്നുള്ള വൈനിനാണ് മേളയിൽ ഏറ്റവും ഡിമാൻഡ്. ഫ്രഞ്ച് വൈനിന് ചൈന പോലുള്ള രാജ്യങ്ങളിൽ മേള കഴിയുന്നതോടെ വലിയ വിപണി സാധ്യത തുറക്കുക എന്നതാണ് ഫ്രഞ്ച് വൈൻ ഉൽപ്പാദകരുടെ പ്രതീക്ഷ. Nous vendons tout notre vin en Chine, c'est ce qu'on souhaite, parce que les prix du vin sont très chers en Chine. Donc on était un petit peu réticents à faire de l'export, mais on le fait pour l'image. On est très heureux d'être servi sur des belles tables en France, dans des belles caves en France et dans le reste du monde. ലോകവ്യാപകമായി അടുത്ത കാലത്തുണ്ടായ വിപണി മാന്ദ്യം വേഗത്തിൽ മറികടക്കാനാകുമെന്നാണ് ഉൽപ്പാദകർ പ്രതീക്ഷിക്കുന്നത്. 2014ഓടെ ലോകത്തെ വൈൻ വിപണിയിൽ 4% വർധനവ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ. ഇനി ഓഫ് ബീറ്റ്.
ന്യൂയോർക്കിൽ സിംഗ് ഫോർ ഹോപ്പ് എന്ന സംഘടന ആളുകൾക്ക് സൗജന്യമായി പിയാനോകൾ വിതരണം ചെയ്യുകയാണ്. 1-2 പേർക്കല്ല, ഏതാണ്ട് 20 ലക്ഷത്തോളം പേർക്കാണ് പിയാനോ നൽകാൻ ഉള്ള പരിപാടി. ഈ വിശേഷത്തോടെ ഇന്നത്തെ ബിയോണ്ട് ബൗണ്ടറീസ് പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ. നമസ്കാരം. മനസ്സിലെ ഈണങ്ങൾ മീട്ടാൻ ഒരു പിയാനോ കിട്ടിയാൽ പിന്നെന്തിനു മടിച്ചു നിൽക്കണം? കേൾക്കാൻ ഒരു നഗരം മുഴുവൻ കാതോർത്തിരിക്കുകയാണ്. 2 ആഴ്ചക്കാലത്തേക്ക് നഗരങ്ങളെ സംഗീത സാന്ദ്രമാക്കാൻ ഒരു കൂട്ടം പേർ സൗജന്യമായി പിയാനോ വിതരണം ചെയ്യുകയാണ്. കലയെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശം. സിംഗ് ഫോർ ഹോപ്പ് എന്ന സന്നദ്ധ സംഘടനയാണ് ഈ വ്യത്യസ്ത സംഭവമായി രംഗത്തെത്തിയിരിക്കുന്നത്. പിയാനോ ലഭിച്ചവരെല്ലാം സന്തോഷത്തിലാണ്. അടച്ചിട്ട മുറിയിലിരുന്ന് ചുവരുകൾ മാത്രം കേൾക്കെ പിയാനോ വായിക്കുന്നതിലും 10 മടങ്ങ് സന്തോഷമാണ് ഒരു നഗരം മുഴുവനും ശ്രോതാക്കളായുള്ളപ്പോൾ. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ 4 പോപ്പ് പിയാനോ എങ്കിലും വായിക്കണമെന്നാണ് ജോണി യങ്ങിന്റെ ആഗ്രഹം. തന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും സംഗീതത്തിനോടുള്ള അഭിനിവേശത്തിന് മുന്നിൽ ഇതൊരു കുറവായി കാണുന്നില്ല ജോണി. ഓരോ പിയാനോ കീയിലും തന്റെ വിരലുകൾ പതിയുമ്പോൾ അത് കേൾക്കാൻ ചുറ്റും കൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരെ മനക്കണ്ണിൽ കാണുന്നുണ്ട് ജോണി. It's great. Nothing's better than playing outside. And all the sounds around you, the city and the fresh air, and it's a different environment. It's really acoustically totally different too. So you gotta play a little harder than you would indoors because you don't have any reflection. The sound just goes out into the atmosphere. പഴയതോ റീസൈക്കിൾ ചെയ്തതോ ആയ പിയാനോകളാണ് വിതരണം ചെയ്യുന്നവയെല്ലാം. കഴിഞ്ഞ വർഷവും സിംഗ് ഫോർ ഹോപ്പ് സൗജന്യമായി പിയാനോ നൽകിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.